മൂന്നാമത്തെ ട്രെയിൻ വ്ലോഗാണെന്ന്. എന്തുകൊണ്ട് ഗുഡ് മോർണിംഗ്. അത് ഞാൻ പിടിച്ച് വലിച്ചെടുത്തത് രാവിലെ എണീറ്റപ്പോൾ ആദ്യമായിട്ട് കണ്ട ന്യൂസാണ് ഇസ്രായേല് സീസ് ഫയറിന് സമ്മതിച്ചു എന്നുള്ളത്. വാർ അവസാനിക്കട്ടെ. ഫുഡ് കഴിക്കാൻ പോണ കാര്യം എങ്ങനെയുണ്ടായിരുന്നു? ഇനി തിരിച്ചു കയറ്റാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇതിക്കൂടെ ലൈറ്റ് അടിച്ചാലോ? വീട്ടിൽ പോകാൻ നമുക്ക് ലോവറാണ് കേൾക്കുന്നത്. ട്രെയിൻ കയറി ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. കണ്ടുണ്ട് എനിക്ക് സൈഡ് ലോവർ കിട്ടിയപ്പോൾ ലൈക്ക് എപ്പോഴും വ്ളോഗ് എടുക്കുന്ന ഇതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മൂന്നാമത്തെ ട്രെയിൻ വ്ളോഗാണെന്ന്. എന്തുകൊണ്ട്? കാരണം ഓരോ വട്ടവും നമ്മളുടെ ജേണി ഓരോ ഡിഫറെൻറ്റ് ജേണി അല്ലേ. നമ്മൾ കാണുന്ന ആൾക്കാർ ഡിഫറെൻ്റ് അല്ലേ. ഒന്നത് രണ്ട് മൂന്നൊക്കട്ടെ. ഇത് കണ്ടോ, ഒന്നാമത്തെ വ്ളോഗിൽ ഞാൻ മിഡിലായിരുന്നു. രണ്ടാമത്തെ വ്ളോഗിൽ അറിയില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ടൊന്ന്. ഈ ട്രെയിനിൻ്റെ ഇതിലെ ഒരു ടർക്കിയും കൂടി ഉണ്ട്. ലൈക്ക് ഒരു വൈറ്റ്, പിന്നെ വേറെ വൈറ്റ്, പിന്നെ ഒരു പില്ലോ, പിന്നെ ഒരു ഇത് ഈ ബ്ലാക്ക് കളറുള്ളത്, പിന്നെ ഒരു ടർക്കി. എന്തിനാണാവോ ഞാൻ പറഞ്ഞു വന്നത്. ഓരോ ജേണി ഓരോന്നല്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ലോവറിലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ കുറച്ചും കൂടി സുഖമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ബെഡ് ഒരുക്കിയേക്കുന്നത് കാണിച്ചു തരാം. ചൂട് എൻ്റെ ബെഡ് കണ്ടോ, ഒരു വീട് പോലെ ഇല്ലേ ഇവിടെ കിട്ടും. കണ്ടോ, ഒരു വീട് പോലെ ഇല്ലേ. രസമില്ലേ? ഇത് ഈ ബെഡിൻ്റെ കളർ കാണിച്ചു തരാം. ഈ രണ്ട് കളറാണല്ലേ. ഇറ്റ്സ് ഗിവിങ് എ റിച്ച് ലുക്ക്. ആൻഡ് ഇതിൽ അയ്യോ കഴിഞ്ഞോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് പ്ലഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് പ്ലഗ് ഉണ്ട്. ചാർജ് കയറണം, നോക്കണം. നോക്കിയത് സാധനം ഇങ്ങനെ ഊരിപ്പോകുന്നുണ്ട്. ഇതിങ്ങനെ വലിച്ചെടുക്കണതാണ്. പക്ഷെ ഇപ്രാവശ്യം പുതിയ തരത്തിലുള്ളൊരു കർട്ടനാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ വലിച്ചിടൂലേ, അങ്ങനത്തെ കർട്ടനാണ്. അത് ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ ഇങ്ങോട്ട് ഊരിപ്പോയി. ഇത് പിന്നെ ഇവരെന്തിനാ വെച്ചേ? അപ്പൊ ഇത് കർട്ടനാണല്ലേ? എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നേ വലിച്ചു തുറക്കാം. ടെക്നോളജിയാ. വെട്ടം കാണത്തില്ല. ഇതിന് തിരിച്ചാക്കാൻ എന്തോ വലിച്ചു ഒന്ന് വലിച്ചു നോക്കി.
അവിടെ ലോക്ക് ചെയ്ത് വെച്ചു അടിയിൽ. ആ അതിലാ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ എനക്കരുത് കണ്ടോ കർട്ടൻ സക്സസ്ഫുൾ. പിന്നെ ഇവിടെയുള്ള ചേട്ടൻ ഹെൽപ്പ് ചെയ്തു, ഇട്ടു ചാർജ് ചെയ്യാൻ കുത്തിച്ചേക്കാം ഫോൺ. ഇനി തിരിച്ചു കയറ്റാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെ യാത്രകൾക്കാണ് ഇത് ആദ്യം ഊരിയെടുത്തിട്ട് ചുരുട്ടിട്ട് മുകളിൽ കയറ്റിക്കും. ഞാനിതിന്റെ ചാരും ഇത് പോരും ഞാൻ കയറ്റി വെക്കും, അത് പോരും ഞാൻ കയറ്റി വെക്കും. ഈ സാധനമില്ലേ കർട്ടൻ, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. അപ്പം ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ടെന്ന് ടെക്നീഷ്യൻ. ആ പയ്യ അത് എടുത്തിട്ട് പോയി കൊണ്ടുപോയി. അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങുമ്പോൾ അത് തലക്കൂടെ വീണാലോ നല്ല വേദന കൊടുക്കും. പേടിച്ച് ഉറങ്ങണ്ട. അപ്പൊ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇതിക്കൂടെ ലൈറ്റ് അടിച്ചാലോ. കുറെ നേരം ഇരുന്നപ്പോൾ എനിക്ക് തലകറങ്ങനെ പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചേരം കേട്ടു. ആൻഡ് ഇരിക്കുമ്പോൾ തലകറങ്ങുന്നു തോന്നി. വേഗം കിടന്നു വന്നു. കായ്സ് ഇപ്പം 12:11 ഈ കർട്ടൻ ഇവിടുന്ന് മാറ്റിയത് കൊണ്ട് ലൈക്ക് എനിക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇവിടുന്ന് കർട്ടൻ ആ വഴി എടുത്തിട്ട് കൊണ്ടുപോയി. I'm about to go to sleep now. കണ്ടോ sleep. പക്ഷെ ഇവിടെ കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ. See, നമ്മളൊരു സ്റ്റോപ്പിലെത്തിയേക്കാം. ആൻഡ് see, I can see people. So I don't know, like how can I sleep? I'm not scared, but I just don't feel like sleeping. So we are going to read. Yes, we are going to read. And when I feel sleepy, I'll sleep. That's what we are thinking. Because I'm seeing people, bro. Because there's no content. Oh my god. I feel like I'm saying the exact same thing again and again. It's just that I'm not thinking about it. So yeah, let's read and be sleepy and then sleep. Wish me I'll update you tomorrow. Hi, good night. The end of day 1. I'm going to read and then sleep. Good morning. Something ആയേ. കണ്ടോ ഈ സ്ഥലമൊക്കെ കാണാം. ലൈക്ക് ഗുഡ് തിങ് ഇസ് ലൈക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ കാണാം. വെയിൽ മാത്രമാണ് ഒരു പ്രശ്നം. ഉറങ്ങുമ്പോൾ ഭയങ്കര
ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. ഞാൻ സെപ്റ്റോന്ന് അച്ചാറ്, കുഞ്ഞൊരു അച്ചാറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നപ്പം എത്ര വലിയ അച്ചാർ. ഇതിപ്പോൾ ലാഭമായാലും ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു, മുടി മെടഞ്ഞിട്ടു. ऑनलाइन सिस्टम और चालू हो गया, कुछ दिखा अच्छे से ऑनलाइन नंबर दे देते जमते जाते ही। ഞാൻ എപ്പോഴും പഴമൊക്കെ എടുത്തിട്ട് बनाना फ्राई, दाल बड़ा, बनाना फ्राई, गरम फ्राई. ഗുഡ് മോർണിംഗ്. ഇന്നലെ 3 ആണ്. ഇന്നലെ രാത്രി പിന്നെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഭയങ്കര ലോ ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, കിടന്നു. എന്നിട്ട് മുക്ക് വെച്ച് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നു. ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിയത്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ആദ്യമായിട്ട് കണ്ട ന്യൂസാണ് ഇസ്രായേൽ സീസ് ഫയറിന് സമ്മതിച്ചു എന്നുള്ളത്. ഐ ആം സോ ഹാപ്പി. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വാർ അവസാനിക്കട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. സോ ഐ ആം ഫീലിംഗ് സോ മച്ച് പോസിറ്റീവ്. ഇത് കണ്ടത് ഇപ്പം എത്ര മണി? 7 സംതിങ് ആയി. ഭക്ഷണം കഴിക്കണം. Nothing much in this vlog, അല്ലേ? Yeah. What can I do? Travel vlog. എന്തെല്ലാം കൂടെ കാണിച്ചു തരാം. ഒരിക്കലും കൂട്ട്. പക്ഷെ ഐ എം ഫീലിംഗ് ഇറ്റ് പറഞ്ഞില്ല. അപ്പോൾ I'm in my period, so maybe because of that. Yeah, it is because of that. അപ്പോൾ അങ്ങനെയുള്ള പാടം. എന്തായാലും മുടി വന്ന് ഞാൻ മുടി വേണ്ടഞ്ഞിട്ട് ഇങ്ങനെ കുത്തിച്ചിക്കാപ്പാടാണ്. ഇപ്പം എൻ്റെ ഫോണിൽ സ്പേസും ഇല്ല. അപ്പം സ്പേസ് ഉണ്ടാക്കണം. നമ്മളേതാണ്ട് എത്താറായി. 1 മണിക്കൂർ കൂടെ ഉള്ളു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഞാനപ്പോൾ ഇത്ര നേരം ഡിമോൺ സ്ലെയർ കാണായിരുന്നു. ഇനിയും ഡിമോൺ സ്ലെയറിനെ കാണാൻ പോവാണ്. പിന്നെ എനിക്കൊന്ന് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് റെഡി ആവണം.
ഒറ്റപ്പാലം ടച്ച് ചെയ്തിട്ടാണോ തൃശ്ശൂർ പോകുന്നത്? അപ്പൊ ഷൊർണൂർ ടച്ച് ചെയ്യില്ല? മാത്രം കണ്ടിട്ട് എന്ത് തോന്നുന്നത് അങ്ങനെയല്ല. വീടുകളും ഇപ്പം പാലക്കാട് എത്തും എനിക്ക് തോന്നുന്നു. ഓൾറെഡി നമ്മൾ കേരളത്തിനുള്ളിൽ കടന്നു തന്നെ വീടുകൾ കാണിച്ചാൽ കണ്ടോ ഇല്ലേ? നമ്മുടെ നാട്ടിലെ വീടുകളെ പോലെ അല്ലേ? ഐ തിങ്ക് സോ. എങ്ങനെയുണ്ടായിരുന്നു ഈ യാത്ര? I was little down. We are almost സൊസൈറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി തൃശ്ശൂരിൽ പോകാൻ കൈസ്. സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. തൃശ്ശൂരെത്തി ഗൈസ്. ഞാൻ ഇറങ്ങാൻ പോവാണ്. ടാറ്റാ. പിന്നെ പ്ലെയിനൊക്കെ കാണാം. ഇറങ്ങുവാണ് ഗൈസ്. തീരെ ബാഗില്ല. എത്തി. എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മേനെ അന്വേഷിക്കട്ടെ. നാട്ടിലെത്തി. ഇതൊക്കെ അമ്മേനെ വിളിച്ചു നോക്കട്ടെ കേട്ടോ. അമ്മേനെ അയ്യോ എന്തോ പറയാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.